യോബിന്റെ പുസ്തകം 8-ാമത്തെ അധ്യായത്തിൽ 5 മുതലുള്ള വാക്യമാണ്. നീ ദൈവത്തെ അന്വേഷിക്കുകയും സർവശക്തനോട് കേണപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നീതിനിഷ്ഠനുമാണെങ്കിൽ അവിടുന്ന് നിനക്ക് വേണ്ടി നിശ്ചയമായും ഉണർന്നെഴുന്നേൽക്കും. ആ വചനം വേണേ ഒന്ന് അടയാളപ്പെടുത്തിയിട്ടോ, ബൈബിളിൽ അടയാളപ്പെടുത്തുന്ന ശീലമുണ്ടെങ്കിൽ അവിടുന്ന് നിനക്ക് വേണ്ടി നിശ്ചയമായും ഉണർന്നെഴുന്നേൽക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതേ, നമ്മൾ തളർന്ന് കിടക്കാണ്, നമ്മൾ വേദനിച്ച് കിടക്കാണ്, നമ്മുടെ കുടുംബം ഒരു സങ്കടത്തിലാണ്, നമ്മൾ രോഗത്തിലാണ്, ആത്മീയമായിട്ടുള്ള കുറവുകൾ ഉണ്ടാകാം, ഭൗതികമായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടാകാം, രോഗങ്ങളോ കടങ്ങളോ ദുഃഖങ്ങളോ ദുരിതങ്ങളൊക്കെ ഉണ്ടാകാം. കർത്താവിൻ്റെ വചനം നിങ്ങൾക്കൊരു ഉറപ്പ് തരികയാണ്, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഉണർന്നെഴുന്നേൽക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളങ്ങ് കിടന്നുപോയി കിടക്കാണ്, വിഷമം കാരണം, സങ്കടം കാരണം, ഒന്നിനു പുറകെ ഒന്നായിട്ട് കണ്ണുനീര് കാരണം, വിഷമങ്ങൾ കാരണമൊക്കെ നമ്മൾ കിടന്നുപോയി, നമുക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. കർത്താവിൻ്റെ വചനം സാക്ഷ്യം തരികയാണ്, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഉണർന്നെഴുന്നേൽക്കും. അടുത്ത വചനം വായിച്ചേ. നിനക്ക് അവകാശപ്പെട്ട ഭവനം അവിടുന്ന് നിനക്ക് സമ്മാനിക്കും. എന്ന് വെച്ചാൽ എനിക്കൊരു പുത്തൻ വീട് കിട്ടുമെന്നല്ല, ഇപ്പം നിങ്ങളുടെ ഒരു അവസ്ഥ, ഭവനം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സുരക്ഷിതത്വമാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു ജോലി ആയിരിക്കാം, ഒരു രോഗസൗഖ്യമായിരിക്കാം, വീട്ടിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി തന്നെയുള്ള നിയോഗമായിരിക്കാം. നിനക്ക് അവകാശപ്പെട്ട ആ ഭവനം എന്ന് മാത്രമല്ല, നിനക്ക് അവകാശപ്പെട്ട ആ അനുഗ്രഹം കർത്താവ് നിനക്ക് തരും. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതോ ചുമ്മാ ഒരു ശബ്ദം ഇങ്ങനെ മുഴങ്ങി കേൾക്കുവാണോ? ഒരച്ഛൻ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നു? അല്ല, ഇത് എൻ്റെ കർത്താവ് എന്നോട് പറയാണ്, എനിക്ക് അവകാശപ്പെട്ട ആ ഭവനം, ആ അനുഗ്രഹം കർത്താവ് എനിക്ക് തരും. ആ അനുഗ്രഹം നിങ്ങൾക്കറിയാലോ, എന്താ വേണ്ടത് നിങ്ങൾക്കറിയാലോ, അതിനുള്ള അവകാശവും നിങ്ങൾക്കുണ്ട്, അത് കർത്താവ് തരും. അവസാനത്തെ ഒരു വാക്ക്, 7-ാമത്തെ വാക്ക് ഇങ്ങനെയാണ്: നിന്റെ ആരംഭം എളിയതായിരുന്നെങ്കിൽ തന്നെ അന്ത്യദിനങ്ങൾ അതിമഹത്തായിരിക്കും. തീ പിടിപ്പിക്കണ വചനാണത്. നിന്റെ തുടക്കം മോശമായിരുന്നെങ്കിലും അന്ത്യദിനങ്ങൾ അതിമഹത്തായിരിക്കും. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ.